ചർച്ചയിൽ താൽക്കാലിക സംവിധാനങ്ങൾ ഒരുക്കുകയും തുടർന്ന് 3 മാസത്തിനകം പുതിയ പാചകപ്പുര പണിയുമെന്ന ഉറപ്പും നൽകിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ. തിരുവനന്തപുരത്ത് അച്ഛനും മകനും തമ്മിലുണ്ടായ വാക്കേറ്റത്തിലും ഉന്തും തള്ളലിനുമിടയിൽ തറയിൽ വീണ് തലയ്ക്ക് പരിക്കേറ്റ അച്ഛൻ മരിച്ചു. മരിച്ചത് കോട്ടുകാൽ സ്വദേശി സജീവ്. പരിക്കേറ്റ സജീവനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മകൻ വരുൺ കസ്റ്റഡിയിൽ. മലപ്പുറം എടപ്പാൾ ഗ്രാമപഞ്ചായത്തിലെ അജൈവ മാലിന്യ സംസ്കരണ കേന്ദ്രമായ MCF നാടിന് സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് CV സുബൈദ ഉദ്ഘാടനം ചെയ്തു. 30 ലക്ഷം രൂപ ചിലവിട്ടാണ് MCF നിർമ്മിച്ചത്. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് മലപ്പുറം ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ചിത്രരചനയും ക്വിസ് കോമ്പറ്റീഷനും ശ്രദ്ധേയമായി. ജില്ലാ ശുചിത്വ മിഷന്റെയും നവകേരള മിഷന്റെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. മുനമ്പത്തെ കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് VD സതീശൻ. കുടുംബങ്ങളുടെ കിടപ്പാട സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് എറണാകുളത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച യോഗത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ. ഉത്തർപ്രദേശിലെ അമേഠിയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ വെടിവെച്ചു കൊന്നു. കൊല്ലപ്പെട്ടത് സർക്കാർ സ്കൂളിലെ അധ്യാപകൻ സുനിൽ കുമാറും ഭാര്യ പൂനവും 2 മക്കളും. ഗുരുതര പരിക്കേറ്റ 4 പേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ മാന്നാർ മേഖല സംഘടിപ്പിച്ച നൂറെ മദീന മൗലീദ് സദസ്സ് സമാപിച്ചു. 1 മാസം നീണ്ടുനിന്ന മൗലീദ് സദസ്സിന്റെ സമാപനത്തിൽ 100ഓളം പേർ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ലക്ഷദ്വീപിന് സമീപം ചക്രവാത ചുഴിയും രൂപപ്പെട്ടു. ആലപ്പുഴയിൽ പോലീസ് വാഹനം അടിച്ചു തകർത്ത സംഭവത്തിലെ മുഖ്യപ്രതി പിടിയിൽ. പിടിയിലായത് ആലപ്പുഴ പുന്നപ്ര സ്വദേശി ഷിയാസ്. മദ്യലഹരിയിലായിരുന്ന പ്രതി വടിയുപയോഗിച്ച് വാഹനം തകർക്കുകയായിരുന്നു. പ്രതി പിടിയിലായത് ഒളിവിൽ കഴിയവേ. തിരുവനന്തപുരം മൈലക്കരയിൽ സാധു സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സഭയിലെ വയോധികരെയും ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്നവരെയും ഉൾപ്പെടുത്തി വിനോദയാത്രയും മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു. സഭാ ശുശ്രൂഷകൻ റവറന്റ് BM സാം അധ്യക്ഷത വഹിച്ചു. ലൂഥറൻ സ്കൂൾ മാനേജർ ഡോക്ടർ KP ലാലാദാസ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി.